ഭിന്നശേഷി സംവരണ വിഷയത്തിൽ നിയമനാംഗീകാരം തടയപ്പെട്ട 10,000-ഓളം അധ്യാപകരുടെ നിയമന കുരുക്ക് അഴിക്കുന്നതിന് നടന്ന പ്രതിഷേധങ്ങളിലെ ആവശ്യങ്ങൾ അട്ടിമറിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടത്തിയ ശ്രമത്തെ അപലപിച്ച് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം. സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. എന്തായാലും ടോം മാത്യു സാർ തന്നെയാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. സാർ, ഈ സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കാര്യം വസ്തുത തന്നെയാണോ? എന്താണ് ഇങ്ങനെ പറയാനൊരു കാരണം? ടോം മാത്യു സാർ അങ്ങ് കേൾക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. വിഷയം എത്രയോ മാസങ്ങൾ എനിക്ക് കേൾക്കാൻ തുടർന്നോളൂ. ഓക്കെ, അപ്പൊ ഈ വിഷയം മാസങ്ങളായിട്ട് നമ്മുടെ വർഷങ്ങളായി പ്രശ്നത്തിന്റെ രൂക്ഷത നിലനിൽക്കുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെമ്പാടും ഉണ്ടായതിനെ തുടർന്ന് അത് രാഷ്ട്രീയ നേതാക്കൾ ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങളിൽ സജീവമായ ചർച്ചയാകുന്നു. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് ആശാവഹമായ രീതിയിൽ അത് പര്യവസാനിക്കുമെന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുവാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും AG ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു തീരുമാനമെടുത്തു എന്നുള്ള മട്ടില് ഈ പറയുന്ന മാധ്യമങ്ങളെയും നമ്മുടെ ഈ കേസിന് അല്ലെങ്കിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധം പല നിലകളിൽ അറിയിച്ച അഭിമന്യ പിതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളെയും ഒക്കെ പൊതുസമൂഹത്തെയും ഒക്കെ ഈ വിഷയം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നുള്ള മട്ടിലാണ് വാർത്തയൊക്കെ നൽകിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ചെയ്ത കാര്യം NSS മാനേജ്മെന്റിന് ഭിന്നശേഷി വിഷയത്തിൽ സുപ്രീം കോടതി അനുവദിച്ച വിധി അത് ഈ ഭിന്നശേഷി ആയിട്ടുള്ള സംവരണ അവർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള സംവരണ സീറ്റുകളിൽ അല്ലാതെ മറ്റ് സീറ്റുകളിൽ മറ്റ് തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കാമെന്നുള്ള ആ കാര്യം അതാണ് ആ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഗവൺമെന്റ് NSSന് അനുകൂലമായിട്ട് സർക്കാർ ഉത്തരവ് നൽകി അവിടെ NSS മാനേജ്മെന്റിലുള്ള അധ്യാപകരെ നിയമിക്കുന്നത്. ഇതേ ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റ് സമാന സ്വഭാവമുള്ള മറ്റ് ഏജൻസികൾക്കും ഈ വിധി ബാധകമാണ്. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് ചെയ്തൊരു സൂത്രപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാര്യം അവർ പറഞ്ഞുകൊണ്ട്, അതായത് മറ്റ് മാനേജ്മെന്റുകൾ, അതായത് ഭിന്നശേഷി സംവരണത്തിലുള്ള സീറ്റുകൾ അവർക്കായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റിവെച്ചിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള മാനേജ്മെന്റുകൾക്ക് അത് നേരിട്ട് നൽകാമെന്നിരിക്കെ അവര് ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനായിട്ട് സുപ്രീം കോടതിയോട് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മറ്റു മാനേജ്മെന്റുകൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല എന്ന് അറിയിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും കോടതി വ്യവഹാരത്തിലേക്ക് ഈ കേസിനെ നീട്ടിവെക്കാനും കാലതാമസം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ശ്രമം മാത്രമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താനായിട്ട് കഴിയുകയുള്ളൂ. കാരണം വളരെ ലളിതമായിട്ട് ഈ നിലനിൽക്കുന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കാമെന്നിരിക്കെ വളരെ ആസൂത്രിതമായിട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് ഈ വിഷയത്തെ വലിച്ചിഴക്കുകയും കാലതാമസം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേ സമയത്ത് തന്നെ അവര് NSSന് നൽകുന്ന അതേ പരിഗണന മറ്റു മാനേജ്മെന്റുകൾക്ക് നൽകുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പാണ് ഒരർത്ഥത്തില്. അപ്പൊ അത് കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവിൽ അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റ് എടുത്ത അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വീകരിച്ച ഈ ഒരു നടപടിയുടെ പേരിൽ അല്ലെങ്കിൽ ഇവര് അനുകൂലമാണ് മറ്റു മാനേജ്മെന്റുകൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് ഉൾപ്പെടെ ഉള്ള ഈ നിയമനാംഗീകാരം അവർ തടസ്സപ്പെടുത്തുകയില്ല എന്നുള്ള അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള എന്തോ തീരുമാനം എടുത്തു എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു വ്യാജമായ ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കോടതിയിലേക്ക് ഇത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഈ ആവശ്യം അതിന്റെ എല്ലാ രൂക്ഷതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഈ പറയുന്ന ലളിതമായിട്ട് പരിഹരിക്കാവുന്ന ഈ വിഷയത്തെ ഇത്ര സങ്കീർണമാക്കി മുമ്പോട്ട് പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ തുടർ സമരങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള വഴിയുള്ളൂ. അപ്പൊ അതില് നമുക്ക് ഒട്ടും തീരെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വേണ്ട 16,000-17,000 അധ്യാപകരാണ് ഈ വിഷയത്തിൽ കേരളത്തിലെമ്പാടും
അത് മാത്രം അധ്യാപകരുടെ മാത്രം വിഷയമൊന്നുമല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തരത്തിലുമുള്ള നന്മകളെയും ഇല്ലാതെയാക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തില് ഈ വിഷയത്തിന്റെ രൂക്ഷത നേരത്തെ നമ്മളെ ഏത് തലത്തിലാണോ നമ്മൾ കണ്ടിരുന്നത് അതിൽ നിന്ന് ഒട്ടും മാറ്റം ഗവൺമെന്റിന്റെ ഒരു ആത്മാർത്ഥതയില്ലായ്മയാണ് വാസ്തവത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പൊ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു സമരപ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. കാരണം ഈ കഴിഞ്ഞ ദിവസത്തില് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെടുമെന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത നിലനിന്നിരുന്നു. പക്ഷേ അവിടെയൊന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും വന്നിട്ടില്ല. ഇനി അടുത്ത നവംബർ 13 മറ്റോ കേസ് അത്തരത്തില് പരിഗണിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത ചില ചില സ്ഥലത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് വലിയ ആശയില്ല. കാരണം ഗവൺമെന്റ് എടുക്കേണ്ട കാര്യം, അവരെടുക്കേണ്ട സ്റ്റെപ്പ് അല്ലെങ്കിൽ അവർ ഇതിൽ പുലർത്തേണ്ട സമീപനം, നിലപാട് അവർ സ്വീകരിക്കാതെ ഇത് വേറെ ആരാണ്ടൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മേലോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തോ സാങ്കേതിക തടസ്സമുണ്ട് ഇതിന് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ആ ഒരു ഗൂഢലക്ഷ്യത്തെ അത് തിരിച്ചറിയുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ അത് തുറന്നു കാണിക്കുകയും ചെയ്യാനുള്ള ആ ഒരു ഉത്തരവാദിത്വം കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഏറ്റെടുക്കുകയാണ്. അത്തരത്തിലുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിലും സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ടീച്ചേഴ്സ് ഗിൽഡ് പറയുന്നത്. വളരെ നന്ദി സാർ. ടോമസ് സാറാണ് നമ്മളോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞത്.